ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിടും. ഈശോ നിൻ്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 18 വാക്യം: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്. ശിഷ്യന്മാർ പലവിധ സങ്കടത്തിലാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതം കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന വാക്കുകളൊക്കെ കേട്ടപ്പോൾ, ഈശോയ്ക്ക് സഹനം ഉണ്ടാവും, മരണം ഉണ്ടാവും എന്ന് കേട്ടപ്പോൾ അവർ അസ്വസ്ഥത പറയുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥരാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. നിങ്ങളെനിക്ക് പ്രിയപ്പെട്ടവരാണ്, ഞാനാ നിങ്ങൾ വിളിച്ച്, ഞാനാ നിങ്ങളെ ചേർത്ത് വിളിച്ചത്. നിങ്ങൾ ആരും വേണ്ടാത്തവരല്ല, നിങ്ങൾ അലഞ്ഞു നടക്കേണ്ടവരാണ്, നിങ്ങൾ അനാഥരായി വിടത്തില്ല. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈശോയോട് ചേർന്ന് നിന്ന് ഞാനും നിന്നോട് പറയുകയാണ്. പല പ്രതിസന്ധികളുണ്ടാവും നിൻ്റെ ജീവിതത്തിൽ, പല മേഖലകളിലൂടെ ആയിരിക്കും നീ വ്യാപരിക്കുക. പക്ഷേ ഈ കർത്താവ് നിന്നെ അനാദിയായിട്ട് വിടത്തില്ല. കാരണം നീ ഈ കർത്താവിന് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ഈ കർത്താവ് നിന്നെ ചേർത്ത് വിടും. അതനുഭവിക്കുന്ന നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും തള്ളിക്കളയാതെ നീ കൂട്ടിനുണ്ടാവുന്നുള്ള ബോധ്യത്തെ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ